ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ 2 ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് വേറെ ഒന്നല്ല കേട്ടോ, എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, സൗണ്ട് ശരിയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ നല്ല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ അത് മീനാട്ടെന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പം മത്തിയാണ്. കുറച്ച് ദിവസമായി മീനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ദിവസങ്ങളിലൊന്നും മീൻ വരാറില്ല, അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക. മീനൊക്കെ ഇവിടെ കഴുകിയിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് സെറ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അത് കയ്യോടെ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു വലിയൊരു സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മീനിന് വേണ്ടി കാത്തിരിക്കാനും മീൻകറി ഉണ്ടാക്കാനൊക്കെ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. വാടി വന്ന ഉള്ളിലേക്ക് ഞാനിത് ഒരു തക്കാളിയും 2 പച്ചമുളകും ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതുപോലെ ചെറിയ മീനൊന്നും കറി വെക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടാറില്ല കേട്ടോ. വലിയ മീനൊക്കെ ആണെങ്കിലാണ് ഇടാറുള്ളൂ. ഇനി കുറച്ച് മീൻ വറക്കാമെന്ന് വിചാരിച്ചത് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് മീനൊന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വിനാഗിരി, ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. തേങ്ങ ചേർക്കി വെച്ചാൽ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ മീനും വറക്കാൻ വേണ്ടിയിട്ട് മീനിൽ നല്ല മസാല ഒക്കെ ചേർത്ത് പിടിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ട് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻകറിക്കുള്ള ഉള്ളി തക്കാളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് പീനി വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഞാനും ചെറുതായിട്ടൊന്ന് തിളക്കാൻ വെക്കും കേട്ടോ. അങ്ങനെ തിളച്ചതിന് ശേഷം ഞാനിതാ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേഗം വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നപ്പോൾ കഴുകി വെച്ചിട്ടുള്ള മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നേരെ തന്നെ പെട്ടെന്ന് തന്നെ അത് കയ്യോടെ തന്നെ ഇറക്കി വെക്കുന്നുണ്ട്. കാരണം മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കയ്യോടെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ അടുപ്പത്ത് തന്നെ ചട്ടി വെച്ചിട്ട് ഞാൻ മസാല കൂട്ടി വെച്ചുള്ള മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ മീൻ വറുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്താൽ ആ മീനിൻ്റെ കൂടെ തന്നെ അതും കൂടി മുരിയുമ്പോൾ നല്ല മണം വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കറി മീൻ വറുത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കി നോക്കുമ്പോൾ ബീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബീൻസ് ഒന്ന് ചെറുതായി എന്നിട്ടൊന്ന് ഉപ്പേരി വെച്ചിട്ടുണ്ട്. വെള്ളക്കറിൽ കളറിൽ കാണുന്നത് തേങ്ങ ചിരകി ഇട്ട് കൊടുത്താണ് കേട്ടോ. കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടോ. ഇന്നത്തെ ദിവസം ഇതൊക്കെ ഉണ്ടാക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മീനിന് വേണ്ടിയിട്ട് കാത്തിരുന്നത്. രാവിലെ തൊട്ടൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പൊതിച്ചോറ് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അത് മീനും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉറപ്പായി ഇന്ന് എന്തായാലും ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ എൻ്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. പിന്നെ ഞാൻ അതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ 2 ഇലയൊക്കെ വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. വലിയൊരു ഇലയാണ്. അങ്ങനെ 2 വലിയ 2 പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വാട്ടിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് ചോറൊക്കെ ഇട്ട് കൊടുത്തു. പൊതിച്ചോർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ ഉമ്മ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പയറുപ്പേരൊക്കെ ഉമ്മ കൊണ്ടു തന്നതാണ്. പയറുപ്പേരി അതുപോലെ മുളക് പൊരിച്ചതൊക്കെ ഉമ്മ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉമ്മ കൊണ്ടു തന്ന പയറുപ്പേരി വെച്ചെടുത്തു. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബീൻസിൻ്റെ ഉപ്പേരി വെച്ചെടുത്തു. കുറച്ച് ചമ്മന്തി, മുളക് പൊരിച്ചതും, പിന്നെ ഇതാ മീൻകറി, മീൻ വറുത്തതും, കോഴിമുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ പൊതിച്ചോർക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മടക്കി കൊടുക്കേ വേണ്ടുള്ളൂ. അങ്ങനെ എന്താ 2 പൊതിച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉമ്മാടി ഒന്ന് ഇന്ത്യയാണ്. അപ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടയാളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേലത്തെ ഉമ്മാടിയും താഴത്തെ ഇന്ത്യയാണ്. അങ്ങനത്തെ അതൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ ചോറ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ അവിടെ നിന്ന് കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയുടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പൊതിച്ചോറാണ്. അപ്പോൾ ഞാൻ അതൊക്കെ തുറന്നു നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ ഇരുന്നിരുന്നത്. അപ്പോൾ കുളിയും കാര്യങ്ങളും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് തുറന്നു നോക്കി. ഇത് തുറക്കുമ്പോൾ നല്ലൊരു ആകാംക്ഷയിലാണ് കേട്ടോ ഞാനുള്ളത്. വാട്ടി ഇലടൊക്കെ ഒരു മണൻ്റെ മൗസുവർക്കം കണ്ട പോലെ ഉണ്ട്. അതിങ്ങനെ തുറന്ന് നോക്കുമ്പോഴൊക്കെ ഉള്ള ഒരു ആകാംക്ഷ, എന്തോ ഒരു അത് തുറന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ, ഇന്ന് എന്തായാലും ഞാൻ അത് ഉണ്ടാക്കിയത് നന്നായി. കാരണം ഞാൻ രാവിലെ തുടങ്ങിയുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാനത് നടക്കുമല്ലേ എന്നുള്ളതൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. സമയത്തിൻ്റെ തൊട്ട് ചെയ്ത് നോക്കാൻ പറ്റുമല്ലേ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ളത് വെച്ചിട്ട് കഴിച്ചാലും നമുക്ക് ടേസ്റ്റ് തന്നെയാണ്. ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് എല്ലാ കറികളും ഉപ്പേരൊക്കെ വെച്ചു തന്നെ കേട്ടോ. പൊതുവെ ഞാൻ ഈ ഉപ്പേരൊന്നും വല്ലാതെ കഴിക്കണ ആളല്ല. അപ്പോൾ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചു എന്നുള്ളൂ. ഇതെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊതിച്ചോറ് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.